ഞാൻ ഇവിടെ വന്നപ്പോ തന്നെ ഇവിടെ താക്കോല എടുത്ത് ചോദിച്ചു. എന്നിട്ട് അവൻ വണ്ടി അങ്ങനെ അടുത്ത് ഓടിച്ചു. കിട്ടിയ ഫീല് വേറെ ലെവലുണ്ടാവും, പറയാനില്ല. കാര്യം പറയാനാ, പണ്ട് വേണോട് ഞാൻ ഒരു ആഗ്രഹം പറഞ്ഞു, കണ്ണാ നമുക്കൊരു വണ്ടി ഉണ്ടാക്കിയാലോ ഇതേപോലെയൊക്കെ. പക്ഷെ ഇവൻ സീരിയസ് ആയിട്ട് എടുത്ത്. ഞാൻ തമാശയെന്നാ വിചാരിച്ചു. നിങ്ങള് അവൻ തമാശയായിട്ടാണോ നമുക്കറിയാവോ ഇവൻ സീരിയസ് ആയിട്ട് എടുത്താ ഭയങ്കര വിഷയപ്പോഴാണ്. പക്ഷെ ഓടിച്ചു നോക്കിട്ട് തന്നെയല്ലേ. ഹലോ, ഈ വണ്ടിയുടെ വീഡിയോസ് എല്ലാം നിങ്ങൾ കൂടുതൽ കണ്ടു കാണും. അപ്പോൾ ഈ വണ്ടി കാണാനും അത് ഓടിച്ചു നോക്കാനും എൻ്റെ കുറച്ച് കൂട്ടുകാർ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അവരെയൊക്കെ പരിചയപ്പെടാം. ബാ. അപ്പം ഇനി ഇവരെല്ലാവരും വണ്ടിയൊക്കെ ഓടിച്ചു നോക്കിയിട്ട് അവരുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒന്നും പറയില്ല, പക്ഷെ ഓടിച്ചു നോക്കിട്ട് തന്നെയല്ലേ. എന്താണ് ഇപ്പൊ ലാസ്റ്റ് നമുക്ക് എന്താ പറയാനുള്ളത് അവന്റെ കഷ്ടപ്പാടിന്? കഷ്ടപ്പാടെന്ന് പറയാൻ പറ്റൂല. അവന്റെ ഒരു ലൈഫ് തന്നെ അവൻ പാട്ട് മാറ്റി വെച്ചിട്ടാണ് ഈ ബൈക്ക് ഉണ്ടാക്കിയത്. അതും നിസ്സാര കാര്യമില്ല. പിന്നെ ഒരു ബൈക്ക് മാനുഫാക്ചറിങ് എന്ന് പറയുമ്പോ തന്നെ നമുക്കറിയാം എന്തോരം കഷ്ടപ്പെടണം. അതൊക്കെ നോക്കണ്ടേ, എത്ര പേര് ചെയ്യണ ഒരു കാര്യമാണ്. അവൻ പൈസ കൂട്ടി 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 ഒരാളാണ് അവൻ ചെയ്തേക്കണം. പക്ഷെ ഒരു പ്രൗഡ് മൂമെന്റ് ആണ് അവനും അവന്റെ ഫാമിലിക്ക്. ബൈക്കിനെ പറ്റി നമുക്ക് ചോദിക്കാമല്ലോ. നമ്മ സാധാ ബൈക്ക് ഓടിക്കുന്നുണ്ടല്ലോ, ബൈക്ക് ഓടിക്കണ ഒരു ഫീല് നമുക്ക് ഒരു പിക്കപ്പ് എന്ന രീതിയിലില്ലേ, വണ്ടി എടുക്കുമ്പോ തന്നെ ഒരു സമാധാനം ഫീൽ ചെയ്യണ്ട. നമുക്ക് ആദ്യം പൊല്യൂഷൻ ഉണ്ടാവില്ല വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയാനായിട്ട്. പിന്നെ പെട്ടെന്ന് എടുത്തു പോവാ, റിവേഴ്സ് ഫെസിലിറ്റീസ് ഉണ്ട്, പിന്നെ കാണാൻ ഭംഗിയുണ്ട് നമുക്ക് വണ്ടി. അത് ഏറ്റവും വലിയ ഗുണമാണ്. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ നോക്കുമ്പോ ഒരു അത്യാവശ്യം നല്ല ബീസ്റ്റ് മോഡൽ ലുക്കാണ്. എന്തായാലും അടിപൊളി വണ്ടിയാണ്, രക്ഷയില്ല. വണ്ടി ഓരോ പാർട്ടായിട്ട് മാനുഫാക്ചർ ചെയ്തോണ്ടിരിക്കുമ്പോഴും അസംബിൾ ചെയ്തോണ്ടിരിക്കുമ്പോഴും കൂടെ ഉണ്ടായിരുന്നേ ഞാനുണ്ടായിട്ടുണ്ട്. പിന്നെ നിനക്ക് എന്താ ഒരു ബൈക്ക് എല്ലാരും ഓടിക്കുന്ന രീതിയിൽ എന്താണ് വ്യത്യാസമായിട്ട് തോന്നിയത്? വണ്ടിയുടെ ഓടിച്ചു നോക്കി എക്സ്പീരിയൻസ് വെച്ച് നോക്കി കഴിഞ്ഞാല് ഇപ്പൊ നമ്മൊരു ഓണടിക്കല്ലേ എന്താ ഇപ്പൊ ഓണടിച്ച് നമുക്കറിയാൻ പാടും ഓരോ എന്താ ഈ നമ്മ ബാറ്ററി സ്കൂട്ടർ ഓടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഓല അങ്ങനെ അങ്ങനെ ഓരോ കമ്പനികളുണ്ട്. അവര് എന്താണ് ഓരോ ആൾക്കാർ ഓരോ മെഷീനറി വെച്ച് ചെയ്യണ ഓരോ ഐറ്റംസ് ആണ്. പക്ഷെ ഇവന് ഒറ്റക്ക് ഈ എത്ര വർഷം, ഒരു 3 വർഷം വരെ ഉണ്ടാവും. 3 വർഷം കൊണ്ട് ഉണ്ടാക്കിയ സാധനം അവൻ ഒറ്റക്ക്. അപ്പൊ അവന് സംഭവിക്കണ്ടേ ഈ വേണ്ടി ആ കാര്യത്തിൽ സമ്മതിച്ചു കൊടുക്കണം. ഡെഡിക്കേഷൻ പീക്ക്. ഹാപ്പി ഹാപ്പി ഹാപ്പി. വണ്ടി വരെ ഒന്നും പറയില്ല. ഓടിച്ചു നോക്കണം. ശരിക്കും പറഞ്ഞാൽ കാണുന്നവര് ഇവിടെ വരിക, ഇവന്റെ ഈ എക്സ്പീരിമെന്റ്സ് ഒക്കെ കാണുക, പിന്നെ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കുക. അത് മസ്റ്റാണ്. അപ്പൊ നമുക്കൊരു ഒരാളുടെ പ്രയത്നം മനസ്സിലാക്കാം. ഈ ഡിസൈൻ എങ്ങനെ? ഡിസൈനെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. ഡിസൈൻ എന്ന് പറയുമ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള അറിയാലോ, കവാസാക്കി നിഞ്ച. അതിന്റെ നേക്കഡ് വെർഷൻ ഈ ലുക്കാണ് സെയിം. പിന്നെ നമുക്ക് അറിയാവുന്ന കാര്യമല്ല, MTയുടെ തന്നെ കുറച്ചും കൂടി പവറുള്ള മോഡലിന്റെ ലുക്ക് ഇങ്ങനെ ഇരിക്കണത്. അപ്പൊ അത്യാവശ്യം നമുക്ക് യൂത്തിനായാലും ഐ ക്യാച്ചിങ് ആണ്. പിന്നെ പ്രായമുള്ളവര് പറയണ പോലെ തന്നെ ഇതേപോലത്തെ ചെത്ത് വണ്ടിയായിട്ട് അടിപൊളിയായിട്ട് നടക്കണ വണ്ടികൾ കണ്ടവരുണ്ടാവും. പക്ഷെ ഇതൊന്നും ഓടിച്ചു നോക്കണം, അപ്പൊ അവർക്ക് മനസ്സിലാവുന്ന ഒരു ഫീല്. പ്രത്യേകം പറയാനായിട്ടാണെങ്കിൽ ഇതിന്റെ കംഫേർട്ട്. നമുക്ക് ഒരു നോർമൽ വണ്ടി ഓടിക്കണ ആ ഒരു ഫീല് കിട്ടൂല എന്ന് ആരും വിചാരിക്കണ്ട. ശരിക്കും ഒരു കിടിലൻ ഇലക്ട്രിക് വണ്ടി ഓടിക്കണ പോലത്തെ ഫീൽ തന്നെ കിട്ടും. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. നല്ല പിക്കപ്പും ബ്രേക്കും റിവേഴ്സ് ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട് ഇതിനകത്ത്. പിന്നെ അത് വിചാരിക്കണ പോലെ തന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇതിൽ സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഉണ്ട്. അത് നമ്മൾ പ്രത്യേകം എടുത്ത് കാണിക്കണം. ക്ലാസിക്കൽ സാധനം നമ്മൾ നേരത്തെ അപ്പൊ സ്റ്റോറേജിന്റെ ഫീച്ചർ ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത ഫീച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ വണ്ടിയുടെ തെഫ്റ്റ് കൺട്രോളാണ്. വണ്ടി ജസ്റ്റ് ഒന്ന് നമ്മൾ അനക്കണമെങ്കിൽ ഇതേപോലെ വണ്ടിയുടെ മറ്റേ അലാറം വരും, അതായത് ബസർ, പോഷൻ ബസർ. അപ്പോൾ അത് ഏറ്റവും വലിയ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്.
അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫീച്ചർ കണ്ടു. അത് ജസ്റ്റ് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ വണ്ടി നോർമൽ സ്റ്റേജിലാകുമ്പോൾ ഓഫ് ആവും. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി അടിപൊളി ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു അലാറമാണ് ബസർ. അതിങ്ങനെ ഫീച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ വണ്ടി ആരെങ്കിലും വന്നിട്ട് തള്ളിയാൽ തന്നെ വണ്ടി അപ്പം തന്നെ മോട്ടർ ലോക്ക് ആവും. അതൊരു പ്രത്യേകതരം ഫീച്ചറാണത്. എന്ത് ജീവനുണ്ടോ? കൊള്ളാട്ടാ, പുറകെ അറിയുന്ന കൂടി ഇല്ല പോണം. അപ്പോൾ കൊള്ളാം, കാര്യം എടുപ്പൊന്നും അങ്ങോട്ട് അറിയാനില്ല. സുഖം, കംഫോർട്ട്. ഈ വണ്ടി ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ട് അഭിപ്രായമൊക്കെ? എന്താ പറയണത് ഓടിച്ചവരൊക്കെ? ഓടിച്ചവരൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകാൻ പറ്റുന്നതൊക്കെ പറയുന്നുണ്ട്. റോഡിലൊക്കെ നടക്കാറായില്ലല്ലോ. നമുക്ക് ഈ വണ്ടി പുറത്തൊക്കെ അങ്ങനെ ഇറക്കാൻ പറ്റില്ല. നമ്മളിവിടെ അടുത്തുള്ള റോട്ടിൽ തന്നെ ഓടിക്കണത്. നമുക്ക് അങ്ങനെ പുറത്തേക്ക് ഓടിക്കാനായിട്ട് പെർമിഷൻ കിട്ടില്ല. പിന്നെ ടെസ്റ്റ് ചെയ്യാൻ മാത്രമേ ഈ റോട്ടിൽ നമ്മൾ ഓടിക്കണമെന്നുള്ളൂ. അല്ലാത്തപ്പോൾ വീട്ടിൽ തന്നെ വണ്ടി. നമുക്ക് അങ്ങനെ പെർമിഷൻ കിട്ടാത്തതുകൊണ്ട് പ്രശ്നമാണ്. പിന്നെ എനിക്കൊരു കാര്യം പറയാറുള്ളത് എന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പാടില്ല. നമ്മൾ ഒരു കാര്യം ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ മാക്സിമം എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെയ്യണം, ഇങ്ങോട്ട് ഇറങ്ങണം. അപ്പം നമ്മളെ സഹായിക്കാനായിട്ട് 100 ആൾക്കാർ വരും. അതായത് നമ്മൾ സാധാ വണ്ടി കാണുന്ന ടൈപ്പ് സ്വിച്ചൊക്കെ തന്നെയാണ് ഇതിലും യൂസ് ചെയ്യുന്നത്. അത് ആട് കാണുന്നുണ്ട് ഞാൻ. ഇപ്പം ഇതിൽ നമുക്ക് 3 മോഡ് തന്നെ ഉണ്ട്. മോഡ് 1, 2, 3. അതിൽ ഫസ്റ്റിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പവർ കുറച്ചേ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റേഞ്ച് കൂടുതൽ കിട്ടും. പിന്നെ വരുന്നത് ഇതിൽ ഒരു റിവേഴ്സ് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് റിവേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് പോവാം. ഇറങ്ങി തള്ളണ്ട, കുറച്ചും കൂടി എളുപ്പം ഹാൻഡിൽ ചെയ്യാം. പിന്നെ വരുന്നത് നമുക്കിവിടെ ഇപ്പുറ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ഇൻഡിക്കേറ്റർ ഉണ്ട്, പിന്നെ ഹസാർഡ് ഉണ്ട്, പിന്നെ നമുക്ക് പാർക്ക്, ഹോൺ, അതൊക്കെ തന്നെ വരുന്നത്. നോർമൽ വണ്ടിയിലുള്ള പോലെയൊക്കെ തന്നെ സാധനങ്ങൾ വരുന്നു. ഒരു അത്ര ഇതർന്ന രീതി നമുക്ക് കാണിക്കാൻ പറ്റിയ ഒരു മോഡൽ തന്നെയാണ്. അപ്പോൾ മഴ ഒരു വലിയ പ്രശ്നമാണ്. നമുക്ക് നല്ല മഴ അടിക്കാനുണ്ട്. ഇതൊക്കെ മാത്രമല്ല, അതെനിക്ക് അടിക്കുന്നത് കടം പറയാം. അതായത് ഇപ്പോൾ നോർമൽ ഇലക്ട്രിക് വണ്ടി വെച്ച് നോക്കുമ്പോൾ എത്ര റേഞ്ച്, അതായത് എത്ര സ്പീഡ് കയറും നമുക്ക് ഫസ്റ്റ് ടൈം തന്നെ? അപ്പോൾ മോഡ് 1 നമുക്കൊരു 32 സംതിങ് കിട്ടും. പിന്നെ അതുകൂടെ തന്നെ മോഡ് 2 ഇട്ട് കഴിഞ്ഞാൽ ഒരു 45 സംതിങ് കിട്ടും. പിന്നെ മോഡ് 3 60. നമ്മുടെ റോഡിൽ ഇവിടെ നമ്മൾ 30 ആ ഒരു സ്പീഡ് വരെ മാക്സിമം പോയിട്ടുള്ളൂ. നമുക്കിപ്പോൾ മോഡ് 1 ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി റേഞ്ച് കൂടുതൽ കിട്ടും. നമ്മൾ മോഡ് 1 തന്നെ യൂസ് ചെയ്യണത്. ഈ വണ്ടിയിൽ നിന്ന് ഈ കാണുന്ന ലുക്കിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്നെ ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും എൻ്റെ ഒരു വലിയ താങ്ക്സ്. അതുകൂടാതെ തന്നെ ഇപ്പോൾ ഈ വണ്ടിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അത് സോൾവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ട്, നമുക്കിപ്പോൾ ഇതിൻ്റെ ബാറ്ററിയുടെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ നമുക്ക് ബാറ്ററി അത് ഫുൾ റിപ്പയർ ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ട ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. കോണ്ടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോസിന് അതുല്ല യൂട്യൂബ് ചാനൽസ് ഇനിയും വീഡിയോസ് വരുന്നതായിരിക്കും. പിന്നെ അത് കൂടാണ്ട് ഇനിയും ഈ ഒരുപാട് ആഗ്രഹമുള്ള യൂത്ത് ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഇതേപോലെ ഒരു ബൈക്ക് അസംബിൾ ചെയ്ത് നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ ഒന്ന് ഓടിച്ചു കിടക്കണം, അങ്ങനത്തെ ഒരു ആഗ്രഹമൊക്കെ ഉള്ള കുറേ പേരുണ്ട്. അവരുടെ എല്ലാവരുടെയും ഡ്രീം ഒന്ന് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ അതുല്ല ചാനൽസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നേരിട്ട് വരിക. ഇവൻ്റെ ഐഡിയാസ് ഇവൻ പറഞ്ഞുതരും. ഇവന് പറ്റുക ഹെൽപ്പ് എല്ലാം ഇവൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ മാക്സിമം നമ്മൾ ഈ വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യുക. നമ്മുടെ അടി കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. ഓക്കെ.